അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വിശുദ്ധ ഖുർആനിലെ 24-ാം അധ്യായം സൂറത്തു നൂറിന്റെ 35-ാം വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് എന്ന് തുടങ്ങുന്ന വചനത്തിൽ. അതിനുശേഷം അല്ലാഹു അടുത്ത വചനത്തിൽ പറഞ്ഞത് ഫീ ബുയൂത്തിൻ, ചില ഭവനങ്ങളിലാണ് ആ പ്രകാശം ഉണ്ടാകുന്നത്. അവിടെ അതിനല്ലാഹു അൻ തുർഫ വയുദ്കറ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹ ബിൽ ഗുദുബി വൽ ആസാൽ, രാവിലെയും വൈകുന്നേരവും അവരെ സ്മരിക്കുന്ന അവന്റെ നാമങ്ങൾ ഉയർത്തുന്നതായ പള്ളികളാകുന്നു അത്. ആ പള്ളികളിൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വഇഖാമിസ് സലാം വഈതാഇസ് സകാ യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബ് വൽ ആസാൽ. ഹൃദയം നടുങ്ങുന്ന ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും നമസ്കാരവും നോമ്പുമൊക്കെ നിലനിർത്തുന്ന വിഷയത്തിൽ ഒന്നും അവരെ ഭൗതികമായ കാര്യങ്ങളും കച്ചവടം ഒന്നും ശ്രദ്ധ തെറ്റിക്കാത്ത ചില ആളുകൾ, പുരുഷന്മാർ ആ പള്ളികൾ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെ പള്ളികളുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ മേന്മകൾ അള്ളാഹുവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരിമാരെ, അള്ളാഹുവിന്റെ പ്രകാശം സ്ഫുരിക്കുന്ന ആ പള്ളികളിൽ പാലിക്കേണ്ട മര്യാദകൾ നമുക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതിൽ 10 കാര്യങ്ങളാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രമേ അവിടെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടുള്ളൂ എന്ന് സൂറത്തുൽ ജിന്നിന്റെ 18-ാം വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദൻ എന്ന്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, വഹീദീൻ ശൈഖിനോടോ പ്രവാചകനോടോ ഒക്കെ പള്ളിക്കകത്ത് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് പള്ളിയെ അനാദരിക്കലാണ്, പള്ളിയോടുള്ള മര്യാദകളാണെന്ന് മനസ്സിലാക്കാം. രണ്ടാമതായി, പള്ളിയെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വമൻ യുഅല്ലിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹുവിന്റെ പള്ളികൾ അള്ളാഹുവിന്റെ അടയാളങ്ങളാണ്. അള്ളാഹുവിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കുന്നത് ഹൃദയത്തിന്റെ തഖ്വയുടെ കാരണമാണ്, എന്ന് അടയാളമാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പള്ളിയെ ആദരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മൂന്നാമതായി, പള്ളിയെ എപ്പോഴും ശുദ്ധിയാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ മൂത്രം ഒഴിച്ച വ്യക്തിയോട് പ്രവാചകൻ പറഞ്ഞു, ഇന്ന ഹാദിഹിൽ മസാജിദ് ലാ യസ്ലുഹു ഫീഹാ ശൈഉൻ മിൻ ഹാദൽ ബൗലി വലൽ ഖദർ ഇന്നമാ ഹിയ ലിദിക്രില്ലാഹ്. പള്ളികൾ അത് ഇവിടെ ഇത്തരത്തിൽ മൂത്രമൊഴിക്കാനോ മ്ലേച്ഛതകൾക്കോ വേണ്ടിയുള്ള സ്ഥലമല്ല, അവിടെ അള്ളാഹുവിനെ സ്മരിക്കേണ്ടതാണ് എന്ന് ആ മനുഷ്യനെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളി ശുദ്ധീകരിച്ചിട്ടുണ്ട്, അതിന് കൂലി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്റെ പള്ളി ശുദ്ധീകരിക്കുന്ന, വൃത്തിയാക്കിയിരുന്ന സ്ത്രീയെ പോലും പ്രവാചകൻ ആദരിച്ചിട്ടുണ്ട്. അവർ മരണപ്പെട്ടപ്പോൾ പ്രവാചകനെ അറിയിക്കാത്തത് വിഷമം പ്രകടിപ്പിക്കുകയും അവരുടെ ഖബറിങ്കിൽ പോയി നമസ്കരിക്കുകയും ചെയ്തത് അതിലേക്കുള്ള സൂചകമാണ്. നാലാമതായി, സഹോദരന്മാരെ, ആ പള്ളികളിൽ പോകുമ്പോൾ നമ്മൾ ശുദ്ധി പാലിക്കേണ്ടതുണ്ട്. യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ എന്ന് പള്ളികളിൽ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഭംഗിയോടുകൂടി പ്രവേശിക്കണമെന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല വസ്ത്രമായിരിക്കണം ധരിക്കേണ്ടത്. ഉറങ്ങുമ്പോൾ, കളിക്കുമ്പോൾ, മോശപ്പെട്ട സന്ദർഭങ്ങളിൽ ഒക്കെ ധരിച്ച വസ്ത്രവുമായി ഒരിക്കലും നമ്മൾ പള്ളിയിലേക്ക് എത്തുവാൻ പാടില്ല. അതേപോലെ തന്നെ വായ ദുർഗന്ധമുണ്ടാകുന്ന രൂപത്തിൽ ഉള്ളി കഴിച്ചവനോട് പള്ളിയിലേക്ക് വരരുത് എന്ന് പ്രവാചകനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മോശം ദുർഗന്ധാവസ്ഥയിൽ പുകവലിച്ചിട്ടും വിയർപ്പിലുമൊക്കെ മുങ്ങിക്കുളിച്ചും ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ പള്ളിയിലേക്ക് വരുന്നത് വളരെ മോശപ്പെട്ട കാര്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഞ്ചാമതായി, പള്ളിയിൽ പ്രവേശിച്ചാൽ ഒരിക്കലും ശബ്ദമുയർത്തുവാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നമസ്കരിക്കുമ്പോൾ ഒരാൾ അള്ളാഹുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് വലാ യജ്ഹർ ബഅദുകും അലാ ബഅദിൻ ബിൽ ഖിറാഅ, നിങ്ങളൊരാളും പള്ളിയിൽ ഖുർആൻ പാരായണം ചെയ്യുന്നുവെങ്കിൽ നമസ്കാരക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന രൂപത്തിൽ ശബ്ദമുയർത്തുവാൻ പാടില്ല എന്ന്. നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ ഖുർആൻ ഓതുന്ന വിഷയത്തിൽ പോലും ആളുകൾ ശബ്ദം കുറക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പള്ളികളിൽ പ്രവേശിച്ചുകൊണ്ട് രാഷ്ട്രീയവും ഭൗതികവുമായ കാര്യങ്ങൾ സംസാരിച്ച് ശബ്ദമുയർത്തി സംസാരിക്കുന്ന നമസ്കാരക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വളരെ മോശപ്പെട്ട പ്രവർത്തനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആറാമതായി, പള്ളികളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ തോളുകൾ ചാടി കടക്കരുത് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് തങ്ങളുടെ തോളുകൾ ചാടി കടക്കേണ്ടതില്ലാത്ത രൂപം മുമ്പിലേക്ക് സ്വപ്പിലേക്ക് അടുത്തിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വരുന്ന ആളുകൾ ജനങ്ങളുടെ തോള് ചാടി കിടക്കാതെ ഒഴിവുള്ള സ്ഥലങ്ങളിലേക്ക് കയറി ഇരിക്കുവാനും ശ്രദ്ധിക്കേണ്ടതാണ്. ഏഴാമതായി, പള്ളികളിൽ കച്ചവടം പാടില്ല. പ്രവാചകൻ പറഞ്ഞു, ഇദാ റഅയ്തും മയബിഅ ഔ യബ്താഗ ഫിൽ മസ്ജിദ് ഫഖൂലു ലാ അർബഹ അല്ലാഹു തിജാറതക. നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ വെച്ച് വിൽക്കുകയോ വാങ്ങുകയോ അഥവാ കച്ചവടം ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടാൽ ആ കച്ചവടത്തിൽ നിങ്ങൾക്ക് അല്ലാഹു ലാഭം നൽകാതിരിക്കട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക എന്ന് പ്രവാചകൻ പറഞ്ഞു. പള്ളികൾക്കകത്ത് കച്ചവടം പാടില്ല എങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് ഓർഡർ നൽകുന്ന വിഷയത്തിൽ നമുക്ക് നല്ല ശ്രദ്ധയുണ്ടാകണം. എട്ടാമതായി, നഷ്ടപ്പെട്ട കാര്യങ്ങളെ വിളിച്ചന്വേഷിക്കാൻ പാടില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞു. ആരെങ്കിലും വല്ലതും നഷ്ടപ്പെട്ടതിന് ശേഷം
പള്ളിയിലേക്ക് വന്നുകൊണ്ട് വിളിച്ചന്വേഷിക്കുന്നുവെങ്കിൽ ലാ റദ്ദല്ലാഹു അലൈക്, അള്ളാഹു നിനക്കത് തിരിച്ചു തരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊള്ളുക എന്ന് പ്രവാചകൻ പറഞ്ഞു. പള്ളിക്ക് പുറത്താണ് അത്തരം അന്വേഷണങ്ങൾ നമ്മൾ നടത്തേണ്ടത്. 9ാമായി പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലാഹു മഫ്തഹ് ലി ബാബ റഹ്മതിക് എന്നും പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫദ്ലിക് എന്നും പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് മുമ്പ് പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലൽ പ്രത്യേകം സുന്നത്തായും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കുക. 10ാമതായി പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് തഹിയ്യത്ത് നമസ്കരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ് ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റക്അത്തൈൻ. നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 റക്അത്ത് നമസ്കരിക്കും വരെ അവൻ ഇരിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ജുമാ നമസ്കാരത്തിൽ ഖുതുബ നടക്കുമ്പോൾ പോലും പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ തഹിയ്യത്ത് നമസ്കരിച്ച് മാത്രമേ നമ്മൾ ഇരിക്കാൻ പാടുള്ളൂ. ശ്രദ്ധിക്കുക.